തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോവുകയാണ്. ഞാൻ വഴിയിലൊരു ചക്ക കണ്ടു, അത് തിന്നിട്ട് മുന്നോട്ട് പോവാം. നല്ല കാര്യത്തിന് പോകുമ്പോൾ മധുരത്തിൽ തുടങ്ങണം അല്ലേ? ഇലക്ഷൻ കഴിഞ്ഞ ഉടൻ പുതിയ MLA ഈ റോഡ് ടാർ ചെയ്യണം. എന്തായാലും ഇവിടെ ഒരു പാലം വരേണ്ടതാണ്. ഗായ്സ്, അങ്ങനെ ഞാൻ ഗ്രാമത്തിലെത്തി. എൻ്റെ ദൈവമേ, എന്തൊരു വൃത്തികെട്ട റോഡാണിത്. അങ്ങനെ ഞാനൊരു നല്ല റോഡിൽ കയറിയിട്ടുണ്ട്. നമുക്ക് ആരോടെങ്കിലും നിലമ്പൂർക്കുള്ള വഴി ചോദിക്കാം. എടേ, ഇത് ഏത് വഴിയാ നിലമ്പൂരേക്ക്? ഒന്നും നോക്കണ്ട, ഈ റോഡിൽ നേരെ വിട്ടോ. ഗായ്സ്, ഞാൻ മാപ്പ് നോക്കിയപ്പോൾ നിലമ്പൂരിലേക്ക് 12 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് ഷോർട്ട് കട്ട് വല്ലതും ഉണ്ടോ നോക്കാം. ഗൈസ്, ഞാനിവിടെ വന്ന വഴിക്ക് ഒരു ചായക്കട കണ്ടു. അപ്പോൾ 2 പൊറോട്ടയും ബീഫും കഴിക്കാമെന്ന് വിചാരിച്ചു. ചേച്ചി, നിലമ്പൂർ ടൗണിലേക്കുള്ള ബൈപ്പാസ് എവിടെയാണ്? ഗായ്സ്, ഞാൻ 2-3 പേരോട് ചോദിച്ചു ഈ നിലമ്പൂർ ബൈപ്പാസ് എവിടെയാണെന്ന്. എല്ലാരും ചിരിക്കുകയാണ്, എന്താണാവോ? സുഹൃത്തുക്കളെ, ഞാൻ ഒരുപാട് നോക്കി ബൈപ്പാസ് കണ്ടുപിടിക്കാൻ. ഒടുവിൽ എനിക്ക് മനസ്സിലായി, ഇവിടെ ബൈപ്പാസ് ഇല്ല. ഗൈസ്, ഞാൻ പാർട്ടി ഓഫീസിലെത്തി. സർ, മൂഞ്ചി ഗൈസ്, അവർക്ക് കുടിക്കാൻ ഇളനീര് പറിക്കാൻ എന്നെ വിളിച്ചതാണ്. സുഹൃത്തുക്കളെ, ഞാൻ തിരിച്ചു പോവുകയാണ്. സ്വന്തം നാട്ടിൽ ഒരു ബൈപ്പാസ് പോലും നിർമ്മിക്കാൻ കഴിവില്ലാത്ത ഇവർ കാട്ടിൽ റോഡും പാലവും പണിയുമെന്ന് നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? നാട്ടിൽ ഇതൊന്നും കിട്ടൂല. അപ്പോൾ ബൈ ഫ്രണ്ട്സ്, പുതിയൊരു വ്ളോഗുമായി വീണ്ടും കാണാം.